മാത്തമാറ്റിക്സ് പലർക്കും കേൾക്കുമ്പോൾ തന്നെ വെറുപ്പ് തോന്നുന്ന ഒരു സബ്ജക്റ്റ് ആണല്ലേ. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് ആണ് മാത്സ്. കൊമേഴ്സുകാരുടെ കേസിൽ പല സ്കൂളുകളിലും പല കുട്ടികളും കോംപ്ലിമെന്ററി ആയിട്ട് മാത്സ് പഠിക്കാറുണ്ട്, മാത്സ് കൊമേഴ്സ് അല്ലേ. അപ്പൊ മാത്സ് കൊമേഴ്സുകാർക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ചാപ്റ്ററിന്റെ പേര് നിങ്ങൾക്ക് കാണാം. രണ്ടാമത്തെ ചാപ്റ്ററായുള്ള ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഷുവർ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഏത് ചോദ്യവും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാ മാർക്കും സ്കോർ ചെയ്യാനും പറ്റും. റെഡി ആണല്ലോ നിങ്ങൾ? ഹൈ ഗൈസ്, വെൽക്കം ടു എജുപോഡ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഷോ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ സാർ നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്. സൈൻ ഇൻവേഴ്സ് എക്സ് നിങ്ങൾ ഓൾറെഡി ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന് റേഞ്ചും ഡൊമൈനും ഉണ്ട്. ഏതൊരു ഫംഗ്ഷൻ ആണെങ്കിലും ഡൊമൈനും റേഞ്ചും ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ സൈൻ ഇൻവേഴ്സ് എക്സ് എടുക്കും. നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് രണ്ടും നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. സൈൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ്, ഇതിന്റെ ഡൊമൈനും റേഞ്ചും. എന്താ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ? ഡൊമൈൻ വളരെ സിമ്പിളാണ്. രണ്ടിൻ്റെതും ഡൊമൈൻ വരിക ക്ലോസ്ഡ് ഇന്റർവെൽ -1 to 1. ക്ലോസ്ഡ് ഇന്റർവെൽ -1 to 1. ആൻഡ് അടുത്തത് വരുന്നത് റേഞ്ചാ. റേഞ്ച് അല്ലെങ്കിൽ റേഞ്ചിന് നമ്മൾ വേറെ ഒരു പേര് കൂടി പറയും, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. എന്താണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്? ആലോചിച്ച് നോക്കണേ, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. ഈ ഒരു കാര്യം കൂടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ വേർഡ് ആയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടും. നോക്കിക്കേ, സൈൻ ഇൻവേഴ്സ് എക്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇതാ, ക്ലോസ്ഡ് ഇന്റർവെൽ -π/2 to π/2. ഓക്കെ. ആൻഡ് അടുത്തത് കോസ് ഇൻവേഴ്സ് എക്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവെൽ 0 to π. ഓർത്ത് വെക്കല്ലോ, സിമ്പിൾ ആണ്. അപ്പോൾ ഈ രണ്ട് കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ച് വെക്കണം. എന്താ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് അല്ലെങ്കിൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ? ക്ലോസ്ഡ് ഇന്റർവെൽ -π/2 to π/2. കോസ് ഇൻവേഴ്സ് എക്സിന്റെ എന്താ? ക്ലോസ്ഡ് ഇന്റർവെൽ 0 to π. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചത് സൈൻ ഇൻവേഴ്സ് എക്സിന്റെതാണ്. ആൻസർ ഈസ് -π/2 to π/2. സിമ്പിൾ അല്ലേ? ആൻഡ് അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ്. നേരത്തെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആണ് ചോദിച്ചത്, ഇവിടെയും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആണ് ചോദിച്ചത്. ചിലപ്പോൾ അത് റേഞ്ച് എന്ന് പറഞ്ഞു ചോദിക്കാം. സിമ്പിളാ. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് ആരുടേതാടാ? കോസ് ഇൻവേഴ്സ് എക്സിൻ്റെത്. വളരെ സിമ്പിൾ ആണ്, നമ്മൾ ഓൾറെഡി കണ്ടു. ദാറ്റ് ഈസ് ക്ലോസ്ഡ് ഇന്റർവെൽ 0 to π. കിട്ടിയല്ലോ, സിമ്പിൾ ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഒരു മാർക്കിന് സാധ്യതയുള്ള ചോദ്യം. ഈ ഒരു ടേബിൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും ഓരോ ആംഗിളിന് അതിന് വരുന്ന വാല്യൂ, sin 30, sin π/6, sin 45, sin π/4, sin 60, sin π/3 എന്ന് പറയുന്ന ഇങ്ങനത്തെ വാല്യൂസ്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. സാധാ ഇത് കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആണ്. റെഡി ആണല്ലോ? സോ അങ്ങനെയാണെങ്കിൽ നോക്കിക്കടാ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/2. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നോക്ക്, സൈൻ എവിടെയാണ് 1/2 ആവുക? സൈൻ 30യിലാണ് 1/2 കിട്ടുക. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും? 30 അല്ലെങ്കിൽ π/6 ആയിരിക്കും. അപ്പോൾ സിമ്പിൾ ആണല്ലോ. അതോ നോക്കിക്കേ, സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ എന്താ? അപ്പം π/6. അപ്പോൾ ആ ടേബിൾ കൃത്യമായിട്ട് പഠിച്ചാൽ മതി, ഒരു മാർക്ക് കിട്ടിയേ. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, കോസ് ഇൻവേഴ്സ് √3/2. കോസ് ഇൻവേഴ്സ് √3/2. കോസ് എവിടെ √3/2 ആവുന്നത്? സോ നോക്കിക്കേടാ, കോസ് √3/2 ആവുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 30 അല്ലേ. 30 π/6 തന്നെയാണ്. അപ്പോൾ ആ ഒരു ടേബിൾ കൃത്യമായിട്ട് പഠിക്കണം എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ആൻസർ എന്താ? π/6. വേണമെങ്കിൽ ഒരാളെ കൂടി എഴുതി തരാം. വാട്ട് ഈസ് ടാൻ ഇൻവേഴ്സ് 1? ടാൻ എവിടെ 1 ആവുക? അത് π/4. സിമ്പിൾ ആണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് വൺ വേർഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. അടുത്തതാ, പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് -1/2. ഇത് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെറിയൊരു കാര്യം അറിഞ്ഞിരിക്കണം. നോക്കേ, നമ്മുടെ സൈൻ ഇൻവേഴ്സ് -x എന്ന് വന്നാലും, കൊസീക്ക് ഇൻവേഴ്സ് -x എന്ന് വന്നാലും, ടാൻ ഇൻവേഴ്സ് -x എന്ന് വന്നാലും ആ മൈനസ് പുറത്തിറങ്ങും. എന്നിട്ട് മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്, ഇതേപോലെ ആട്ടോ വരിക. മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്. ഒരു പ്രശ്നവുമില്ല. പക്ഷേ കോസിന്റെ ഉള്ളിലും സീക്കിന്റെ ഉള്ളിലും കോട്ടിന്റെ ഉള്ളിലും നെഗറ്റീവ് വന്നാൽ നമ്മൾ ഇങ്ങനെ എഴുതാം, പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്, പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ്, അതേപോലെ തന്നെ പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ്. അപ്പൊ ഈ കാര്യം കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. റെഡിയാണ്? പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് ഇവിടെ നോക്ക്, കോസിന്റെ ഉള്ളിലാണ് നെഗറ്റീവ് വന്നത്. അപ്പൊ കോസിന്റെ ഉള്ളിൽ 3 ഇത്ര ആലോചിച്ചാൽ മതി. കോസ് സീക്ക് കോട്ട്, കോസിക് കോട്ട് എന്ന് ആലോചിച്ചാൽ മതി. കോസ് സീക്ക് കോട്ട്, കോസ് സിക്ക് കോട്ട് അല്ലെ, കോസിക്ക് കോട്ട്. അപ്പൊ അതിന്റെ 3-നുള്ളിൽ നെഗറ്റീവ് വന്നാൽ പൈ മൈനസ് എന്ന് പറഞ്ഞ എഴുതും. അപ്പൊ സാർ ഇവിടെ വന്നത് കോസിന്റെ ഉള്ളിലല്ലേ നെഗറ്റീവ്. അപ്പൊ നോക്കടാ, കോസ് ഇൻവേഴ്സ് -1/√2 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതണം എന്നാ പറഞ്ഞത്? പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1/√2. അപ്പൊ കോസ് 1/√2 ആവുന്ന ആംഗിൾ ഏതാ? π/4. ടേബിൾ പഠിക്കാൻ ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ പൈ മൈനസ് π/4. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ. 4 × π 4π മൈനസ് π ഡിവൈഡഡ് ബൈ 1 × 4 4 അല്ലേ വരിക. സോ യുവർ ആൻസർ വിൽ ബി
3π/4. സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഏതാണ് റൈറ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി. ഗോട്ട് ഇറ്റ്? ഈസി ആണ്, പ്രശ്നമൊന്നുമില്ല. അടുത്ത നോക്കിക്കുക, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് tan ഇൻവേഴ്സ് 1 പ്ലസ് കോസ് ഇൻവേഴ്സ് -1/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് -1/2. വളരെ സിമ്പിളാ. നോക്ക്, tan ഇൻവേഴ്സ് 1, tan എപ്പോഴാണ് 1 ആവും? ആക്ച്വലി tan 1 ആകുന്നത് π/4 അല്ലേ? അപ്പൊ tan ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ അത് π/4. സിമ്പിളാ, പ്രശ്നമൊന്നുമില്ല. ആൻഡ് കോസ് ഇൻവേഴ്സ് -1/2, കോസ് ഇൻവേഴ്സ് -1/2 സത്യത്തിൽ നമ്മൾ എങ്ങനെ എഴുതുക? പൈ മൈനസ് കോസ് ഇൻവേഴ്സ്, മൈനസ് ആയതുകൊണ്ട് 1/2. കോസിന്റെ ഉള്ളിലല്ലേ നെഗറ്റീവ് വന്നത്, ഞാനൊരു പെട്ടിക്കുളത്തിലാക്കി മാറ്റാം. ഇനി അടുത്ത നോക്ക്, സൈൻ ഇൻവേഴ്സ് -x. ഇവിടെ കണ്ടിട്ടുണ്ടല്ലേ നിങ്ങൾ? സൈൻ ഇൻവേഴ്സ് -x വന്നിട്ടുണ്ടെങ്കിൽ മൈനസ് സൈൻ ഇൻവേഴ്സ് x ആ. അപ്പൊ ഞാൻ ഇവിടെ എന്താ കൊടുക്കുക? മൈനസ് സൈൻ ഇൻവേഴ്സ് 1/2. അങ്ങനെയാണ് നോക്കടാ, π/4 പ്ലസ് പൈ മൈനസ് കോസ് 1/2 ആവുന്നത് 60 അതായത് π/3. അപ്പൊ ഞാൻ ഇവിടെ π മൈനസ് π/3 എന്ന് കൊടുക്കും. മൈനസ് പ്ലസും മൈനസ് കൂടി ഇത് എന്താവും? മൈനസ് ആവും അല്ലെ? അപ്പൊ മൈനസ് സൈൻ 1/2 ആവുന്നത് π/6. അപ്പൊ അതാ π/6. അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ വരിക. നോക്ക്, π/4 ഈ പൈ മൈനസ് π/3 ഉള്ളത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3π മൈനസ് π/3 എന്നാവും. അതായത് 2π/3 എന്നാവും. അപ്പൊ പ്ലസ് 2π/3, പിന്നെ എന്തുണ്ട്? ഒരു മൈനസ് ഒരു π/6 ഉണ്ട്. നിങ്ങൾ നോക്ക്, ഡിനോമിനേറ്റർ ഒക്കെ 12ന്റെ മൾട്ടിപ്പിൾസാ. അപ്പൊ ഇനി നമുക്ക് ഇതിൽ 12 ആക്കണമെങ്കിൽ ഇതിനെ 12 ആക്കണ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇവിടെ 3 ഉണ്ട്. ഇതിനെ 12 ആക്കണ ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇവിടെയും 4 ഉണ്ട്. ഇതിനെ 12 ആക്കണ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് നോക്കടാ, ഡിനോമിനേറ്റർ ഇപ്പൊ എല്ലായിടത്തും 12 വരുന്നത്. എല്ലായിടത്തും 12 ആണ്. ആൻഡ് ഫസ്റ്റ് 3π പ്ലസ് 2π × 4 8π മൈനസ് 2 × π 2π. അങ്ങനെയാണ് ആൻസർ. എന്താ നോക്ക്, ഡിവൈഡഡ് ബൈ 12 ആണ് ഡിനോമിനേറ്ററിൽ. 3 + 8 11, 11 - 2 9. അപ്പൊ 9π ആണ് ആൻസർ വരിക. ഇതൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 9ഉം 12ഉം 9ൽ കോമൺ ആയിട്ട് 3 ടൈംസ് പോകും. ആൻഡ് 12ൽ 3 4 ടൈംസ് പോകും. അപ്പൊ നിങ്ങളുടെ ആൻസർ എന്താ? 3π/4. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാറുണ്ട്, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം നോക്ക്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് sin 2π/3. സൈൻ ഇൻവേഴ്സ് sin x = x ആണ്, കോസ് ഇൻവേഴ്സ് cos x = x ആ. അങ്ങനെയാണ് സൈൻ ഇൻവേഴ്സ് sin 2π/3 എന്ന് പറഞ്ഞാൽ 2π/3 അല്ലേ? അല്ല. എന്താ പ്രശ്നം ഉള്ളത്? ആ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് നിങ്ങൾ ഈ കണ്ടീഷൻ അറിഞ്ഞിരിക്കണം. സൈൻ ഇൻവേഴ്സ് sin x x എന്ന് എഴുതാൻ പറ്റണമെങ്കിൽ x ബിലോങ്സ് ടു നിങ്ങളുടെ ആ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓർക്കുന്നുണ്ടോ? -π/2 to π/2. ഇത് വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. x ബിലോങ്സ് ടു -π/2 to π/2, സൈൻ ഇൻവേഴ്സ് sin x = x. ആൻഡ് ഇവിടെ എന്താ വരിക? x ബിലോങ്സ് ടു ആ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഒന്ന് ആലോചിച്ച് വെച്ചേ, 0 to π. സിമ്പിളാ, ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എടാ നിങ്ങൾ ഇത്ര ആലോചിക്കേണ്ടേ ഉള്ളൂ. നിങ്ങൾ ഇത് കട്ട് ചെയ്യണമെങ്കിൽ ഈ 2π/3 ഇവിടെ ഉള്ള ആംഗിൾ ഏതാണോ വരുന്നത് അത് ഈ -90ന്റെയും 90ന്റെയും ഉള്ളിലായിരിക്കണം. ഇവിടെ നോക്ക്, 2π/3 പൈക്ക് പകരം ഒന്ന് 180 കൊടുത്താൽ 180/3 60 കിട്ടും. 2 × 60 120. 120 ഇതാ ഈ 90 കഴിഞ്ഞിട്ടാണ് 120 ആക്ച്വലി വരിക. അപ്പൊ ഈ ഇന്റർവെലിന്റെ ഉള്ളിലല്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റൂല. റെഡി? അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുക എന്താണെന്നറിയോ? ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, കൃത്യമായിട്ട് നോട്ട് ചെയ്തു. സൈൻ ഇൻവേഴ്സ് sin 2π/3 ഇത് നമ്മൾ മാറ്റി ചെയ്തു. എങ്ങനെ മാറ്റി ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ 2π/3 ഒന്ന് മാറ്റി ചെയ്ത 2π/3 നോക്കണേ. 2π/3 ഡിനോമിനേറ്ററിലുള്ള നമ്പർ ഏതാ നോക്കുക? 3. ആ 3ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് ന്യൂമറേറ്ററിൽ വരുന്ന നമ്പറിന്റെ അടുത്തുള്ളത് ഏതാ നോക്കുക? 3ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് ന്യൂമറേറ്ററിലെ 2ന്റെ അടുത്ത് വരുന്ന 3ന്റെ മൾട്ടിപ്പിൾ ഏതാ? 3 തന്നെയാണ്. അപ്പൊ ആ 2നെ നിങ്ങൾ 3ന്റെ ടേമിൽ ചെയ്ത, അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. ആ 2നെ 3ന്റെ ടേമിൽ ചെയ്താണെങ്കിൽ 2π അല്ലേ? അപ്പൊ 3π - π ചെയ്താൽ മതി. 3π - π എന്താ? 2π. റെഡി? ആൻഡ് ഡിവൈഡഡ് ബൈ 3. സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അങ്ങനെയാണ് നോക്ക്, 3π/3 -π/3 എന്നാ വരിക. ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ നോക്കടാ, 3/3 എന്ന് പറഞ്ഞിട്ട് ക്യാൻസൽ ചെയ്താൽ π എന്ന് കിട്ടും. -π/3 ഉള്ളത്. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. 2π/3 ഇങ്ങനെ മാറ്റി ചെയ്താം, π - π/3. അപ്പൊ നോക്കിക്കടാ, ഇവിടെ ഞാൻ സൈൻ ഇൻവേഴ്സ് sin π - π/3 എന്ന് എഴുതി. ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക്, sin π - π/3 ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ട്രിഗണോമെട്രി പഠിച്ചതാ. പൈയുടെ മൾട്ടിപ്പിൾസ് വന്നിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യൂല. എന്താ ഉണ്ടാവുക? സൈന് തന്നെയാണ് ഉണ്ടാവുക. ആൻഡ് ഇവിടെ ഉള്ള ആംഗിൾ ഏതാണോ അത്. അപ്പൊ sin π/3 ആണ് ആൻസർ വരിക. ആൻഡ് ക്വാഡ്രന്റ് കൂടി ചെക്ക് ചെയ്യണം. ക്വാഡ്രന്റ് ചെക്ക് ചെയ്യുമ്പോൾ പൈ ഇവിടെ വരിക അല്ലേ? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പൈ എന്ന് പറഞ്ഞാൽ 180 ഇവിടെ -π/3 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് കയറും. മൈനസ് അല്ലേ? അപ്പൊ -π/3. അപ്പൊ ഏത് ക്വാഡ്രന്റിലാ? സെക്കൻഡ് ക്വാഡ്രന്റിൽ ASTC. സൈനും കൊസീക്കും പോസിറ്റീവാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരിക? പോസിറ്റീവ് തന്നെയാണ് വരിക. അതായത് നിങ്ങളുടെ ആൻസർ സൈൻ ഇൻവേഴ്സ് sin π - π/3ക്ക് പകരം sin π/3 എന്ന് എഴുതിയാൽ മതി. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ സൈൻ ഇൻവേഴ്സും സൈനും ക്യാൻസൽ ചെയ്തൂടെ? അപ്പൊ നിങ്ങളുടെ ആൻസർ എന്താ വരിക? ദാറ്റ് ഈസ്
π/3. സിമ്പിൾ ആണല്ലോ, പ്രശ്നമൊന്നുമില്ല, ഈസിയാണ്. അപ്പോൾ പഠിച്ചു വെക്കട്ടോ കൃത്യമായിട്ട്. ആൻഡ് അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഷോ ദാറ്റ് സൈൻ ഇൻവേഴ്സ് 2x ഇൻറ്റു √1 - x² = 2 സൈൻ ഇൻവേഴ്സ് x. എടാ വളരെ ഈസിയാണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ നേരത്തെ പഠിച്ച അതേ കാര്യം. ഇവിടെ സൈൻ ഏതെങ്കിലും ഫോമിലായിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കട്ട് ചെയ്തിട്ട് ഈ ഒരു ഫോമിലേക്ക് നിങ്ങൾക്ക് കിട്ടണം. അപ്പോൾ ഇവിടെ എക്സിന് പകരം നിങ്ങൾ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ സൈൻ ഇൻവേഴ്സ് എക്സ് ആയതുകൊണ്ട് നിങ്ങൾ ഇവിടെ എക്സിന് പകരം കൊടുക്കേണ്ടത് സൈൻ തീറ്റയാണ്. അതായത് ഇതാ ഇത്രയല്ലേ, ലെറ്റ് എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ. എക്സിന് പകരം സൈൻ തീറ്റ കൊടുക്കുക. അങ്ങനെയാണ് തീറ്റ എന്തായിരിക്കും? സൈൻ അങ്ങോട്ട് പോയാൽ നമുക്ക് തീറ്റ കിട്ടുക സൈൻ ഇൻവേഴ്സ് എക്സ് എന്നാ. ഇനി ശ്രദ്ധിച്ചോ, വളരെ സിമ്പിളാണ്. ഞാൻ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒന്ന് എടുക്കാൻ പോവാം. LHS എന്താ വരുന്നത് നോക്കിക്കേടാ. LHS സൈൻ ഇൻവേഴ്സ് 2x ഇൻറ്റു √1 - x². നിങ്ങളൊന്ന് നോക്കിക്കേ, സൈൻ ഇൻവേഴ്സ് 2x, എക്സിന് പകരം എന്താ കൊടുക്കുക? സൈൻ തീറ്റ. അപ്പോൾ 2 സൈൻ തീറ്റ √1 - x² എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ തീറ്റ അല്ലേ? ശരിയാണ്. ഓക്കെ, റെഡി. ഇനി നിങ്ങൾ പഠിച്ചൊരു ഇക്വേഷനാണ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത്. എടാ നോക്കിക്കേ, വളരെ സിമ്പിളാണ്. √1 - സൈൻ സ്ക്വയർ തീറ്റ അല്ലെങ്കിൽ 1 - സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ അതെന്തായിരുന്നു? കോസ് സ്ക്വയർ തീറ്റ. ശരിയല്ലേ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1. അപ്പം എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഒരു പ്രശ്നവുമില്ല. അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചിട്ടാണ് ഞാൻ അടുത്തത് ചെയ്യുന്നത്. കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. 1 - സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ. അങ്ങനെയാണെങ്കിൽ സാർ എന്താ ഇനി അടുത്ത സ്റ്റെപ്പിൽ വരിക? ഈസി ആടാ. അതാ നോക്കിക്കേ, സൈൻ ഇൻവേഴ്സ് 2 സൈൻ തീറ്റ √1 - കോസ് സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം എന്താ കൊടുക്കുക? √കോസ് സ്ക്വയർ തീറ്റ. ഈ റൂട്ടും സ്ക്വയറോടും നമുക്ക് ക്യാൻസൽ ചെയ്തൂടെ? അങ്ങനെയാണ് ഇവിടെ വരുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്നാ. 2 സൈൻ തീറ്റ കോസ് തീറ്റ. സത്യത്തിൽ ഇത് എന്തിൻ്റെ എക്സ്പാൻഷനാണ്? 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 2 തീറ്റൻ്റെ എക്സ്പാൻഷനാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ മാറ്റിയിട്ട് സൈൻ 2 തീറ്റ എന്ന് കൊടുക്കാം. സൈൻ 2 തീറ്റ എന്ന് കൊടുക്കാം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കടാ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൈൻ ഇൻവേഴ്സും സൈനും ക്യാൻസൽ ചെയ്തൂടെ? അങ്ങനെയാണ് നിങ്ങളുടെ ആൻസർ എന്താ വരിക? 2 തീറ്റ. ഇനി നിങ്ങൾ നോക്ക്, തീറ്റക്ക് നിങ്ങൾ കൊടുത്ത വാല്യൂ സൈൻ ഇൻവേഴ്സ് എക്സ്. അങ്ങനെയാണെങ്കിൽ 2 സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് കൊടുത്തൂടെ? ഇതല്ലേ നിങ്ങളുടെ LHS ആയിട്ട് നിങ്ങൾ എഴുതി വന്നത്? നോക്ക്, 2 സൈൻ ഇൻവേഴ്സ് എക്സ് തന്നെയല്ലേ നിങ്ങളുടെ RHSഉം. അപ്പോൾ നോക്കടാ, LHS ഈക്വൽ ടു RHS. ഇറ്റ് ഈസ് പ്രൂവ്ഡ്. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ഈസി അല്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇതേപോലെ ചെയ്യേണ്ടതാണ്. പ്രൂവ് ദാറ്റ് 3 സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 3x - 4x³. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇവിടെ എന്തെങ്കിലും സൈൻ ഈ എക്സിന് പകരം എന്തെങ്കിലും കൊടുത്തിട്ട് സൈൻ എന്തെങ്കിലും പറഞ്ഞ ഫോമിലാക്കണം, എന്നിട്ട് ക്യാൻസൽ ചെയ്ത് പോകണം. ഇവിടെ 3 സൈൻ ഇൻവേഴ്സ് എക്സ് ആയതുകൊണ്ട് ഇത് നമുക്ക് പരിചയമുണ്ട്. അതായത് എങ്ങനെ പരിചയം എന്ന് വെച്ചാൽ, എടാ അവിടെ എക്സിന് പകരം സൈൻ തീറ്റ കൊടുത്താലേ ഈ ഒരു സംഭവം നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. 3 സൈൻ തീറ്റ - 4 സൈൻ ക്യൂബ് തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സൈൻ 3 തീറ്റ. നോട്ട് ചെയ്ത് വെക്കണേ, സൈൻ 3 തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇതാ ഈ ഒരു എക്സ്പാൻഷൻ കൊടുക്കണമെങ്കിൽ, കിട്ടണമെങ്കിൽ എക്സിന് പകരം എന്ത് കൊടുക്കണം? സൈൻ തീറ്റ കൊടുക്കണം. അങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും വരിക? ദാ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ. എക്സിന് പകരം സൈൻ തീറ്റ കൊടുക്കുന്നു. അങ്ങനെയാണ് തീറ്റ എന്തായിരിക്കും? തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സ്. അങ്ങനെയാണ് നോക്കടാ, ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അല്ല റൈറ്റ് ഹാൻഡ് സൈഡ് എടുക്കുന്നു. റൈറ്റ് ഹാൻഡ് സൈഡ് എടുത്തിട്ടുണ്ടെങ്കിൽ RHS നിങ്ങൾ നോക്കിക്കേ, സൈൻ ഇൻവേഴ്സ് 3x - 4x³. എക്സിന് പകരമല്ലേ നമ്മൾ കൊടുക്കുക? അപ്പോൾ ദാ സൈൻ ഇൻവേഴ്സ് 3 സൈൻ തീറ്റ -4 സൈൻ ക്യൂബ് തീറ്റ. x³ എന്ന് പറഞ്ഞാൽ സൈൻ ക്യൂബ്. എടാ നിങ്ങൾ ആ ആൻസർ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, സൈൻ 3 തീറ്റടാ. അപ്പോൾ ദാ നോക്ക്, സൈൻ ഇൻവേഴ്സ് ഇത് എന്തിൻ്റെ എക്സ്പാൻഷനാണ് സാർ? സൈൻ 3 തീറ്റയുടെ എക്സ്പാൻഷനാണ്. ഓക്കെ, സിമ്പിളാണ്, പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണ് നോക്ക്. ഇനി നിങ്ങൾക്ക് സൈൻ ഇൻവേഴ്സും സൈനും ക്യാൻസൽ ചെയ്യാം. ആൻഡ് യുവർ ആൻസർ വിൽ ബി 3 തീറ്റ. എടാ തീറ്റൻ്റെ വാല്യൂ എന്താ? തീറ്റ നമ്മൾ കൊടുത്തത് ഓൾറെഡി സൈൻ ഇൻവേഴ്സ് എക്സ് എന്നല്ലേ? അങ്ങനെയാണ് 3 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ്. സിമ്പിൾ ആണല്ലോ. അപ്പോൾ LHS നമ്മൾ ഇങ്ങനെ എഴുതി വന്നു. അപ്പോൾ അതിന് ഈക്വൽ ആയിട്ടാണ്, RHS നമ്മൾ എഴുതി വന്നു. RHSന് ഈക്വൽ ആയിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? LHSഉം കിട്ടിയത്. LHS 3 സൈൻ ഇൻവേഴ്സ് എക്സ് അല്ലേ? അപ്പോൾ RHS ഈക്വൽ ടു LHS. ഇറ്റ് ഈസ് പ്രൂവ്ഡ്. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കിയിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആണ്. നമുക്ക് ഈ ടോപ്പിക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. നോക്കിക്കേ, ടാൻ ഇൻവേഴ്സ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. ഇതിനെ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാനാണ് പറയുന്നത്. എങ്ങനെയത് ഞാൻ ചെയ്യാന്നറിയോ? നമുക്ക് ഇത്രേ വേണ്ടുള്ളൂ. ബ്രാക്കറ്റിൽ ടാൻ എന്ന് പറഞ്ഞ ഏതെങ്കിലും ഫോമിലാണോ, എന്നിട്ട് ടാൻ ഇൻവേഴ്സും ടാനും ക്യാൻസൽ ചെയ്തിട്ട് കിട്ടുന്നത് എന്താണോ അതാണ് സിംപ്ലസ്റ്റ് ഫോം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടാ വളരെ സിമ്പിളാണ്. ബ്രാക്കറ്റിലുള്ള കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇല്ലേ, കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. ഇതിനെ ഞാൻ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്, ഇത് ഞാൻ എല്ലാ ടേമിനെയും കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ഓൾ ടേം ബൈ കോസ് എക്സ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കട്ടോ. എല്ലാ ടേമിനെയും കോസ് എക്സ് വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് എന്താ ആൻസർ കിട്ടാൻ നോക്കിക്കുക. എന്നിട്ട് നമുക്കത് മാറ്റിയെടുക്കാം. കോസ് എക്സ് ബൈ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ്.
ഓൾ ഡിവൈഡഡ് ബൈ കോസ് എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ബൈ കോസ് എക്സ്. നോക്കിക്കട്ടെ ആൻസർ. കോസ് എക്സും ക്യാൻസൽ ചെയ്തു പോയാൽ 1 മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്താ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ്. ഈസിയാ, പ്രശ്നമൊന്നുമില്ല. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചുള്ള ഇക്വേഷൻസ് ഞാൻ ഒന്ന് എഴുതാൻ പോവാം. ടാൻ എക്സ് മൈനസ് വൈ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക? ടാൻ എക്സ് മൈനസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് ടാൻ വൈ എന്നല്ലേ? ഓക്കെ ആണ്, ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇതാ നിങ്ങൾ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യും. ടാൻ പൈ ബൈ 4 മൈനസ് എക്സ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. എങ്ങനെ കിട്ടുക? ടാൻ എക്സ്, എക്സിന് പകരം പൈ ബൈ 4. അപ്പോൾ ടാൻ പൈ ബൈ 4 മൈനസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ പൈ ബൈ 4 ഇൻറ്റു ടാൻ എക്സ്. എടാ ടാൻ പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? ശരിയല്ലേ? ഇതാ നോക്കിക്കേ, ടാൻ പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്കിതാ ഇത് മാറ്റിയിട്ട് ഇങ്ങനെ എഴുതിക്കൂടെ? 1 മൈനസ് ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ പൈ ബൈ 4 1. അപ്പോൾ 1 ഇൻറ്റു ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് തന്നെ. സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. ടാൻ പൈ ബൈ 4 മൈനസ് എക്സിനെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ആണ് 1 മൈനസ് ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ എക്സ്. അപ്പോൾ നോക്കടാ, നിങ്ങളുടെ കോസ് എക്സ് ബൈ സൈൻ എക്സ്, കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സിന് ഈക്വൽ ആയിട്ട് ഇപ്പോൾ നമ്മൾ എഴുതിയത് എന്താ? 1 മൈനസ് ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ എക്സ്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ഇതിന് പകരം മാറ്റിയിട്ട് ഇങ്ങനെ ചെയ്ത് ടാൻ ഇൻവേഴ്സ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. ഇത് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സിന് പകരം നമ്മൾ എന്താ എഴുതിയത്? ടാൻ ഇൻവേഴ്സ്. ഇതിന് പകരം നമ്മൾ ഇത് കിട്ടുമെന്നല്ലേ പറഞ്ഞത്? 1 മൈനസ് ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ എക്സ് കിട്ടും. അതിന് പകരം നമ്മൾ എഴുതിയത് ടാൻ പൈ ബൈ 4 മൈനസ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഇതിന് പകരം എനിക്ക് എന്ത് എഴുതാം? ടാൻ പൈ ബൈ 4 മൈനസ് എക്സ്. സിമ്പിൾ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി നിങ്ങൾ നോക്ക്, ടാൻ ഇൻവേഴ്സും ടാനും ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്, സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത് പൈ ബൈ 4 മൈനസ് എക്സ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാം കൃത്യമായിട്ട് പഠിക്കുക. ഇതേപോലെയുള്ള ബാക്കിയുള്ള ചാപ്റ്റേഴ്സും ഉടനെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് വേണമെന്നുള്ളവരൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക. ആൻഡ് ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ മാത്സ് പഠിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.